വിൻഡോസ് പാസ്വേഡ് മറന്നുപോയാൽ അത് റീസെറ്റ് ചെയ്തുകൊണ്ട് എങ്ങനെ നിങ്ങൾക്ക് കമ്പ്യൂട്ടറിൽ ലോഗിൻ ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഇതേ വിഷയത്തിൽ ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ മറ്റു സോഫ്റ്റ്വെയറുകളോ സിഡിയോ ഒന്നും ഉപയോഗിക്കാതെ തന്നെ വിൻഡോസിനകത്തുള്ള ഒരു ലൂപ്പ് ഹോൾ ഉപയോഗിച്ച് എങ്ങനെ വിൻഡോസ് പാസ്വേഡ് റീസെറ്റ് ചെയ്യാം എന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ വിൻഡോസിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റിൽ അവർ ആ ഒരു ലൂപ്പ് ഹോൾ റിമൂവ് ചെയ്തു. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നിങ്ങളുടെ സിസ്റ്റത്തിൽ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ഇൻസ്റ്റാൾഡ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരത്തെയുള്ള വീഡിയോയിൽ മെത്തേഡ് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇത് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യണം, അതുപോലെ തന്നെ ഡിസ്ക് ബൂട്ടബിൾ ആക്കണം. അതിനുവേണ്ടി മറ്റൊരു സിസ്റ്റത്തിൻ്റെ കൂടി ആവശ്യം വരും. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കി പറ്റില്ല എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇത് ചെയ്താൽ മതി. അതുപോലെ നിങ്ങളുടെ കയ്യിൽ വിൻഡോസിൻ്റെ ഡിസ്ക് ഉണ്ടെങ്കിൽ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ഇൻസ്റ്റാൾഡ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ആ മെത്തേഡിലൂടെ പാസ്വേഡ് റീസെറ്റ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അതെങ്ങനെയെന്നും ആ വീഡിയോയുടെ അവസാന ഭാഗത്ത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഹൈറൻസ് ബൂട്ട്സിഡിയിലെ പാസ്വേഡ് റിക്കവറി ടൂൾസ് ഉപയോഗിച്ച് എങ്ങനെ പാസ്വേഡ് റീസെറ്റ് ചെയ്യാം എന്നാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇത് വിൻഡോസിൻ്റെ ഏത് വെർഷനിലും വർക്കാവും. അതുപോലെ തന്നെ ഒട്ടും ടെക്നിക്കൽ നോളജ് ഇല്ലാത്തവർക്ക് പോലും വളരെ സിമ്പിളായി ചെയ്യാൻ പറ്റുന്നതുമാണ്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഹായ് ഫ്രണ്ട്സ്, ഈസി ടെക്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഹൈറൻസ് ബൂട്ട്സിഡി ഉപയോഗിച്ച് പാസ്വേഡ് റീസെറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് 3 കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. 1, ഹൈറൻസ് ബൂട്ട്സിഡി സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യുക. 2, അതിനെ ബൂട്ടബിൾ ആക്കുക. 3-മത്തേത് ബൂട്ട് ചെയ്ത് കയറി പാസ്വേഡ് റീസെറ്റ് ചെയ്യുക. ഇത് ഓരോന്നും എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നു. അതായത് വിൻഡോസിനകത്ത് യൂസർ ക്രെഡൻഷ്യൽസ്, അതായത് യൂസർ നെയിംസ്, പാസ്വേഡ്സ് എല്ലാം സേവ് ചെയ്തിരിക്കുന്നത് സിസ്റ്റം 32-നകത്ത് സാം എന്ന് പറയുന്ന ഒരു ഡേറ്റാബേസ് ഫയലിനകത്താണ്. നോർമലി വിൻഡോസിനകത്ത് ഈ ഒരു ഫയൽ ഓപ്പൺ ചെയ്യാനോ അതുപോലെ മൂവ് ചെയ്യാനോ ഒന്നും പറ്റത്തില്ല. കാരണം ഇത് ലോക്ക്ഡ് ആണ്, അതുപോലെ എൻക്രിപ്റ്റഡ് ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യുന്നത് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഈ ഒരു ഡേറ്റാബേസ് ഫയലിനെ എഡിറ്റ് ചെയ്യുകയാണ്. ഹൈറൻസ് ബൂട്ട്സിഡി നമുക്ക് അവരുടെ വെബ്സൈറ്റിൽ നിന്ന് ഫ്രീ ആയി തന്നെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി ഗൂഗിളിൽ നിങ്ങൾ ജസ്റ്റ് ഹൈറൻസ് ബൂട്ട്സിഡി എന്ന് സെർച്ച് ചെയ്താൽ മതി. ഫസ്റ്റ് വരുന്ന ലിങ്ക് തന്നെ ഒഫീഷ്യൽ സൈറ്റിൻ്റെയാണ്. ഇതാണ് വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ്. ഇതിൽ ഡൗൺലോഡ് എന്നുള്ള ആദ്യത്തെ ടാബ് ക്ലിക്ക് ചെയ്യുക. ഹൈറൻസ് ബൂട്ട്സിഡിക്കകത്തുള്ള എല്ലാ ടൂൾസിൻ്റെയും ഒരു ഫുൾ ലിസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹൈറൻസ് ബൂട്ട്സിഡി എന്ന് പറയുന്നത് പാസ്വേഡ് റീസെറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ഒരു ടൂളല്ല. വിൻഡോസിൽ അത്യാവശ്യം വേണ്ട ഒരുപാട് യൂട്ടിലിറ്റീസ് ഉള്ള ഒരു പാക്കേജാണ്. ഇതിലുള്ള എല്ലാ സോഫ്റ്റ്വെയറും തികച്ചും ജെനുവിനാണ്. ലൈസൻസ് ഇല്ലാത്ത ഒരു സോഫ്റ്റ്വെയർ പോലും ഇതിനകത്തില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തികച്ചും സുരക്ഷിതമായി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആണിത്. ഇതിനകത്തുള്ള എല്ലാ ടൂൾസും പരിചയപ്പെടുത്തണമെങ്കിൽ അതിന് മറ്റൊരു വീഡിയോ തന്നെ ചെയ്യേണ്ടി വരും. ഇനി താഴേക്ക് വന്നാൽ നമുക്ക് ഡൗൺലോഡ് ലിങ്ക് കാണാം. ഇത് 2.88 GB ഉള്ള ഒരു ISO ഫയലാണ്. നമുക്കിത് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഹൈറൻസ് ബൂട്ട്സിഡി ഡൗൺലോഡിങ് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പാണ്. നിങ്ങൾ DVD ഉപയോഗിച്ച് ബൂട്ട് ചെയ്താണ് പാസ്വേഡ് റീസെറ്റ് ചെയ്യുന്നതെങ്കിൽ ഈ ISO ഫയലിനെ ഒരു പ്ലെയിൻ DVDയിലേക്ക് റൈറ്റ് ചെയ്താൽ മതി. അതല്ല, പെൻഡ്രൈവ് ആണ് ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ റൂഫസ് പോലെയുള്ള സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നിങ്ങൾക്ക് പെൻഡ്രൈവിനെ ബൂട്ടബിൾ ആക്കാം. അതല്ലെങ്കിൽ ബൂട്ടബിൾ ആക്കാനുള്ള സോഫ്റ്റ്വെയറും ഈ സൈറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അത് ഡൗൺലോഡ് ചെയ്യാൻ ഇവിടെ രണ്ടാമത്തെ ടാബ് USB ബൂട്ടിംഗ് എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് താഴേക്ക് വരിക. ഈ ISO to USB.exe എന്ന ലിങ്ക് ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, 2 സോഫ്റ്റ്വെയർസും ഡൗൺലോഡ് ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ഹൈറൻസ് ബൂട്ട്സിഡിയെ പെൻഡ്രൈവിൽ ബൂട്ടബിൾ ആക്കി എടുക്കണം. അതിനുവേണ്ടി ഇപ്പോൾ ഡൗൺലോഡ് ചെയ്ത ISO to USB ഓപ്പൺ ചെയ്യാം. ഈ ഒരു ഇൻ്റർഫേസ് ആണ് നമുക്ക് കിട്ടുന്നത്. ഇതിൽ 3 ഫീൽഡുകൾ മാത്രമേ ഉള്ളൂ. ആദ്യത്തേത് പെൻഡ്രൈവ് സെലക്ട് ചെയ്യാനാണ്. ഞാൻ സിസ്റ്റത്തിൽ ആദ്യമേ പെൻഡ്രൈവ് കൊടുത്തിരുന്നത് കൊണ്ട് തന്നെ അതിവിടെ ഡീഫോൾട്ട് സെലക്ട് ആയി വന്നിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ഫീൽഡിൽ എന്തെങ്കിലും ഒരു പേര് പെൻഡ്രൈവിന് കൊടുക്കാനുള്ളതാണ്. 3-മത്തെ ഫീൽഡിലാണ് ISO ഫയൽ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അതിനുവേണ്ടി ഈ ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഇപ്പോൾ ഡൗൺലോഡ് ചെയ്ത ഹൈറൻസ് ബൂട്ട്സിഡിയുടെ ISO ഫയൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പ്രോസസ്സ് ക്ലിക്ക് ചെയ്യുക. രണ്ടാമത്തെ സ്റ്റെപ്പും ഇവിടെ കഴിഞ്ഞു. ഇത് റൈറ്റ് ആവാൻ ഒരല്പ സമയം എടുക്കും. ഇനി 3-മത്തെ സ്റ്റെപ്പാണ്. അതിന് നമുക്ക് പാസ്വേഡ് റീസെറ്റ് ചെയ്യാനുള്ള കമ്പ്യൂട്ടറിൽ ഈ പെൻഡ്രൈവ് കണക്ട് ചെയ്ത ശേഷം സിസ്റ്റം ഓൺ ആക്കാം. നിങ്ങൾ DVD ആണ് ബൂട്ടബിൾ ആക്കിയതെങ്കിൽ അത് DVD ഡ്രൈവിൽ ഇട്ട ശേഷം സിസ്റ്റം ഓൺ ആക്കുക. ഓണായി വരുമ്പോൾ തന്നെ ബൂട്ട് ഓപ്ഷൻ മാറ്റി കൊടുക്കണം. നമ്മൾ റൈറ്റ് ചെയ്ത പെൻഡ്രൈവ് അല്ലെങ്കിൽ DVD അതിൽ നിന്ന് വേണം ബൂട്ട് ചെയ്യേണ്ടത്. അതിനുവേണ്ടി ഈ കമ്പ്യൂട്ടറിൽ നിങ്ങൾക്ക് കാണാം F10 ആണ് പ്രസ് ചെയ്യേണ്ടത്. അതല്ലെങ്കിൽ ബയോസിൽ കയറി ബൂട്ട് ഓപ്ഷൻ മാറ്റാം. പല കമ്പ്യൂട്ടറിലും യൂസ് ചെയ്തിരിക്കുന്ന ബയോസ് അല്ലെങ്കിൽ UEFI അനുസരിച്ച് പ്രസ് ചെയ്യേണ്ട കീയിൽ വ്യത്യാസം ഉണ്ടാവും. നിങ്ങൾക്ക് ബൂട്ട് ഓപ്ഷൻ മാറ്റാൻ ഡൗട്ട് ഉണ്ടെങ്കിൽ വ്യത്യസ്ത കമ്പ്യൂട്ടറുകളിൽ ബൂട്ട് ഓപ്ഷൻ മാറ്റുന്നത് എങ്ങനെയെന്ന് ലിനക്സ് ഇൻസ്റ്റലേഷൻ്റെ എൻ്റെ വീഡിയോയിൽ വിശദമായി തന്നെ കാണിച്ചിട്ടുണ്ട്.
ആ വീഡിയോയിൽ 9 മിനിറ്റ് 40 സെക്കൻഡ് മുതൽ 15 മിനിറ്റ് വരെയുള്ള ഭാഗം കണ്ടാൽ നിങ്ങൾക്കത് വ്യക്തമാവും. ആ വീഡിയോയുടെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഞാൻ F10 പ്രസ് ചെയ്തപ്പോൾ കിട്ടിയ സ്ക്രീനാണിത്. ഇവിടെ ഇതിലെ എല്ലാ ബൂട്ടബിൾ ഡിവൈസസും കാണിച്ചിട്ടുണ്ട്. ഇത് കുറച്ച് പഴയ സിസ്റ്റം ആയതുകൊണ്ട് തന്നെ ഗ്രാഫിക്കൽ ഇൻ്റർഫേസ് അല്ല. ഞാനിവിടെ പെൻഡ്രൈവ് സെലക്ട് ചെയ്ത് എൻ്റർ ചെയ്യുകയാണ്. സിസ്റ്റം ഹൈറൻസ് ബൂട്ട്സിഡിയിൽ നിന്ന് ബൂട്ട് ചെയ്ത് തുടങ്ങി. ഒരല്പം സമയം എടുക്കും ഇത് ലോഡായി വരാൻ. ഓക്കെ, ബൂട്ടിംഗ് കഴിഞ്ഞു, ഡെസ്ക്ടോപ്പ് എത്തി. ഇതാണ് ഹൈറൻസ് ബൂട്ട്സിഡിയുടെ ഇൻ്റർഫേസ്. വിൻഡോസ് 10 ബേസ്ഡ് ആണ്. നിങ്ങൾക്ക് സിസ്റ്റത്തിൽ വിൻഡോസ് ഇല്ലെങ്കിൽ ഹൈറൻസ് ബൂട്ട്സിഡിയിൽ നിന്ന് ബൂട്ട് ചെയ്ത് കയറി നിങ്ങൾക്ക് സിസ്റ്റം ഉപയോഗിക്കാൻ പറ്റും. കാരണം ഇതൊരു ലൈവ് CD ആണ്. അപ്പോൾ നമുക്ക് പാസ്വേഡ് എങ്ങനെ റീസെറ്റ് ചെയ്യാൻ നോക്കാം. അതിന് ഡെസ്ക്ടോപ്പിലുള്ള ഈ യൂട്ടിലിറ്റീസ് ഫോൾഡർ ഓപ്പൺ ചെയ്യുക. നമ്മൾ നേരത്തെ കണ്ട ലിസ്റ്റിലുള്ള എല്ലാ യൂട്ടിലിറ്റീസും ഇതിനകത്തുണ്ട്. പാസ്വേഡ് റീസെറ്റ് ചെയ്യാൻ വേണ്ടി ഇതിൽ സെക്യൂരിറ്റി എന്ന ഫോൾഡറിനകത്ത് കയറി പാസ്വേഡ് സെലക്ട് ചെയ്യുക. ഇതിനകത്ത് പാസ്വേഡ് റീസെറ്റ് ചെയ്യാനുള്ള 3 സോഫ്റ്റ്വെയർസ് കൊടുത്തിട്ടുണ്ട്. ഈ 3 എണ്ണത്തിൽ ഏതുപയോഗിച്ചും നമുക്ക് പാസ്വേഡ് ചേഞ്ച് ചെയ്യാൻ പറ്റും. 3ഉം ഞാൻ ചെയ്ത് കാണിക്കാം. ആദ്യം നമുക്ക് NT പാസ്വേഡ് എഡിറ്റർ എന്ന ടൂൾ ഉപയോഗിക്കാം. ഞാൻ നേരത്തെ സാം ഡേറ്റാബേസ് ഫയലിൻ്റെ കാര്യം പറഞ്ഞത് ഓർക്കുന്നില്ലേ? നമ്മൾ ആ ഒരു ഫയലിനെയാണ് ഇവിടെ ഓപ്പൺ ചെയ്യുന്നത്. ഈ കാണുന്നതാണ് എൻ്റെ സിസ്റ്റത്തിലെ യൂസർ അക്കൗണ്ട്സ്. ഇതിൽ അഡ്മിൻ എന്ന യൂസറിൻ്റെ പാസ്വേഡാണ് എനിക്ക് ചേഞ്ച് ചെയ്യേണ്ടത്. അതിന് അഡ്മിൻ സെലക്ട് ചെയ്ത ശേഷം ചേഞ്ച് പാസ്വേഡ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ പുതിയൊരു പാസ്വേഡ് സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ബ്ലാങ്കായി വിട്ടിട്ട് OK കൊടുത്താലും മതി. പാസ്വേഡ് ഒന്നും കാണില്ല. ഇത്രയേ ഉള്ളൂ പാസ്വേഡ് റീസെറ്റ് ചെയ്യാൻ. ഞാനിപ്പോൾ ഇത് രണ്ടും ചെയ്യുന്നില്ല. അടുത്ത യൂട്ടിലിറ്റി ഉപയോഗിക്കുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തരാം. നമുക്ക് വിൻഡോസ് ലോഗിൻ അൺലോക്കർ നോക്കാം. ഇതിനകത്തും സിസ്റ്റത്തിലെ എല്ലാ യൂസേഴ്സിനെയും അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും കാണിക്കുന്നുണ്ട്. നമുക്ക് അഡ്മിൻ സെലക്ട് ചെയ്തിട്ട് റീസെറ്റ് ഓർ അൺലോക്ക് കൊടുക്കാം. ഇപ്പോൾ പാസ്വേഡ് റീസെറ്റായി. കണ്ടോ, ഇതിൽ പാസ്വേഡ് ഇപ്പോൾ ബ്ലാങ്ക് ആയിട്ടാണ് കാണിക്കുന്നത്. ഇതും വളരെ സിമ്പിളാണ്. ഇനി മൂന്നാമത്തെ യൂട്ടിലിറ്റി കൂടി ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇതിൽ റീസെറ്റ് വിൻഡോസ് പാസ്വേഡ് സെലക്ട് ചെയ്ത് നെക്സ്റ്റ് ചെയ്യുക. റീസെറ്റ് ലോക്കൽ പാസ്വേഡ് അത് നെക്സ്റ്റ് ചെയ്യുക. എന്നിട്ട് ഏത് യൂസറിനെയാണോ പാസ്വേഡ് മാറ്റേണ്ടത് അത് സെലക്ട് ചെയ്ത് നെക്സ്റ്റ് ചെയ്യുക. എന്നിട്ട് റീസെറ്റ് ഓർ അൺലോക്ക് കൊടുക്കാം, അല്ലെങ്കിൽ ചേഞ്ച് കൊടുക്കാം. കഴിഞ്ഞു. ഈ 3 യൂട്ടിലിറ്റീസ് ഉപയോഗിച്ച് നമുക്ക് വളരെ സിമ്പിളായി പാസ്വേഡ് റീസെറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് റീസ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ വിൻഡോസ് ബൂട്ട് ചെയ്ത് നോക്കാം. ഞാൻ ബൂട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. കണ്ടോ, ഇപ്പോൾ ഇവിടെ ഒരു പാസ്വേഡും ഇല്ല. സിസ്റ്റം സിമ്പിളായി ബൂട്ടായി വന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം കാണാം. അതുവരെ ഗുഡ് ബൈ.